കുറ്റം പറഞ്ഞോന്നറിയാം, അതാ അങ്ങനെയും കൂടെ കിടക്കുന്നത്. പിണങ്ങി കിടക്കുന്ന പോലെ. ഒരു ഊഞ്ഞാല, മുളയും കൊണ്ടൊരു ഇരിക്കാനൊരു സ്ഥലം, വൈകിട്ട് ചായ ഒക്കെ കുടിക്കാം. കൊക്ക് വെള്ളത്തിൽ കൂടെ നോക്കാം. മീനെ പിടിക്കുമല്ലേ പൊന്നാ. വാ, ഇന്ന് വെയിൽ കൊള്ളുന്ന സ്ഥലം മാറ്റി പിടിച്ച് പിങ്കാമോൻ. വായോ പിങ്കാമോനെ, വാ. അങ്ങനെ കിടക്കുമ്പോൾ അവൾക്ക് അവിടെ മുഖത്തോട്ട് വെയിലടിക്കും. അതിനാ അവിടെ കിടക്കുന്നത്. ഇപ്പം ഇന്ന് ആദ്യമായിട്ട് ഈ കെട്ടിൻ്റെ വണ്ടേ കിടക്കുന്നത്, അല്ല എപ്പോഴും മുറ്റത്ത് കിടക്കുന്നത്. അതുമല്ല ഇവിടെ കിടക്കുവാണെങ്കിൽ ഞാനും അമ്മ ഇവിടെ ഇരിക്കുമായിരുന്നു, അപ്പോൾ കാണാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എടുത്തു. ഞാനെടുത്തു ഉപ്പുമാവും ഏത്തയ്ക്ക പുഴുങ്ങിയതും. എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അമ്മ കഴിക്കുന്നത് കുറച്ച് ഉപ്പുമാവും കുറച്ച് ചോളപ്പൂട്ടും മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. ഏത്തയ്ക്കയുണ്ട്. ഇന്നലത്തെ ഏത്തയ്ക്ക ഇന്നത്തെ പോലും ഇല്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചില്ല, സമയം കിട്ടിയില്ല. ഉച്ചക്കലത്തെ പണികൾ വരെ കഴിഞ്ഞല്ലേ. ചോറ് തോരൻ വെച്ചു, മീൻ വറുത്തു, തേങ്ങാ ചമ്മന്തി അരച്ചു. അപ്പയ്ക്ക് കൊടുക്കുകയും ചെയ്തു. രാവിലത്തെ തുണി നനയും കഴിഞ്ഞു. അനുപ ഞാനല്ലേ നനച്ചേ? അനുപ അന്നേ എൻ്റെ നല്ല തുണി ഉണ്ടായിരുന്നു ഒത്തിരി. രാവിലെ അലക്കുവാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേന് ഉണങ്ങി കിട്ടുമല്ലോ, നല്ല വെയിലാണ്. പച്ചക്കുടുപ്പ് മഞ്ഞ എല്ലാം വെള്ളത്തോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ചായി കഴിഞ്ഞ് പിന്നെ ഞാൻ ആ മഞ്ഞയുടെ ആ ഡിസൈനുള്ള ഭാഗം നനച്ചില്ല. അതിൻ്റെ കളറ് പോകുന്നുണ്ട് മുത്തിൻ്റെ. അതുകൊണ്ട് ഇനി ഇതൊന്ന് കഴിച്ചാൽ മതി. പിങ്കിയാണ് വേണ്ട. ഒരു ട്രിപ്പ് ഒരിടം കിടന്നിട്ട് വന്നതാ ഓടിയിട്ട്. ഇന്ന് അങ്ങോട്ട് നോക്കിയാ കിടക്കുന്ന വഴിയിലോട്ട്. മുമ്പേ ഞാൻ ആ മടലെടുക്കാൻ പോയപ്പോൾ പൂച്ചയെ കണ്ടു. പൂച്ച കണ്ടതിന് കിടക്കുക. വരുവാണേ ഓടിപ്പോയി പിടിക്കാൻ. പോകാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഒരു കമ്പുണ്ടായിരുന്നു. അപ്പുറത്തെ അവരെ കണ്ട് ഇനി ഞാൻ ചാടിയാലോ നിർത്തേ. അപ്പം ആ കമ്പ് വെച്ച് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒഴിവാലോ. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു പൂച്ചയെ പിടിക്കുക, ചിലപ്പം ചാടി വന്നാൽ അറിയത്തില്ല. പൂച്ചയും ചാടി വരത്തില്ലേ? പൂച്ച വാല് കണ്ട് ഇങ്ങനെ അങ്ങ് വെച്ചു. ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കും ഇങ്ങനെ. കാലൊക്കെ പൂടെല്ലാം അവിടെ പൊക്കി കാലെല്ലാം കിളന്നു പൂച്ച ഒരുമാതിരി ദേഷ്യത്തില്. ഇതാണെങ്കി ഇല്ല മുറുമുറുത്ത് ഇങ്ങനെ ഇത് ഞാൻ പിന്നെ കമ്പും കൊടുത്തു. അപ്പോഴത്തേക്കും ശശി ഇറങ്ങി വന്നു മേളിൽ നിന്ന്. ശശി വരുന്ന കണ്ടോണ്ട് ഞാൻ പറഞ്ഞു ഓടാൻ പറഞ്ഞു വീട്ടിൽ. അപ്പോഴത്തേക്ക് ചാടി ഇങ്ങ് വന്നു. ഇവിടെ വന്നേച്ചാ നിന്റെ അടുത്ത് വന്ന് ഏതാണ്ട് പദം പറഞ്ഞു ഓടിച്ചു വിട്ടെന്ന്. റീജാന്റെ വായിരുന്നു ചീത്തേൻ രാവിലെ കിട്ടിയാന്. പോവാന്നും പറഞ്ഞോണ്ട് പോയി ഇയാൾക്ക് പ്ലാവിന്റെ അവിടെ നിൽക്കുന്നത് കണ്ടതുമല്ല. റീജാൻ എന്നെ വിളിക്കുന്നു, പട്ടിയെ നോക്കാൻ പറഞ്ഞിട്ട് നീ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ. ഞാൻ പറഞ്ഞു ഇവിടെ നിൽപ്പില്ലയോ, എന്നെക്കാട്ടിലും മുമ്പ് വെളി വന്നത് കാണത്തില്ല. ഇല്ല ഇവക്ക് പക്ഷെ ഇപ്പോഴത്തെ ഒരു പരിപാടിയാ. ഈ ഓട്ടോ താഴോട്ട് ഇറങ്ങി വരത്തില്ല, മേളിലാ കിടക്കുന്നെങ്കിൽ ഇവള് ഓടും. ഓട്ടോ ഏതാണെന്ന് അറിയാൻ വേണ്ടി റോഡിൽ ഇപ്പൊ പെരയ്ക്കകത്ത് കിടക്കുന്ന പോലെ കിടക്കുന്ന കണ്ടോ, മണ്ണിൻ്റെ അകത്ത് മുതല് കിടക്കുന്ന പോലെ. കുറ്റം പറഞ്ഞോന്നറിയാം, അതാ അങ്ങനെയും കൂടെ കിടക്കുന്നത്. പിണങ്ങി കിടക്കുന്ന പോലെ. മുതല ഞങ്ങളുടെ മുതലക്കുഞ്ഞ് എല്ലാം അറിയാം. തിരിഞ്ഞിങ്ങോട്ട് കിടക്കാത്ത എന്താണെന്നറിയോ? ഫോട്ടോ എടുക്കും. അവക്കറിയാം. കണ്ടോ നല്ലതല്ലേ ഉപ്പുമാവ്? എടുത്തു. ഏത്തയ്ക്ക പുഴുങ്ങിയത് മൊത്തം എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടും ഇഷ്ടം, ഉപ്പുമാവും ഇഷ്ടം. ഇഷ്ടം പക്ഷേ നല്ല പൊടിയാണ്.
ഉപ്പുമാവ്. ഉപ്പുമാവും ഏത്തയ്ക്ക പുഴുങ്ങിയതും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം, അടിപൊളിയാണ്. ഈ റബ്ബറിൻ്റെ അകത്ത് കാടടിയാണ്. താഴേന്ന് അടിച്ചടിച്ച് കയറി വന്നിനി മേളിൽ ആ വീടിൻ്റെ ഭാഗത്തേ ഉള്ളടിക്കും. താഴെ എല്ലാം കണ്ടോ. നല്ല രസമുണ്ട് ഇപ്പം കാണാൻ. ഒരു പച്ചപ്പ് കൂടിയതുപോലെ അല്ലേ. ഇലയെല്ലാം ആയല്ലോ റബ്ബറായാലും. ആണോ? കല്ല് തെറിക്കുന്നുണ്ട്. അയ്യോ, കല്ല് തെറിക്കുന്നുണ്ട്. അവിടെ അടിക്കുന്നത് ഇവിടെ വരെ കല്ല് തെറിക്കുന്നേ. പിങ്കിയോട് ഇതിനാ പറയുന്നേ വെളിയിൽ പോവല്ലേ എന്ന്. കല്ല് മോന്തയ്ക്കൊക്കെ വന്ന് അടിക്കും. ആ ശരിയാ, നൊന്തിട്ടായിരിക്കും. വെളിയിൽ നിൽക്കില്ലേന്ന് അവളോട് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇപ്പൊ പരിക്കാതെ കയറി കിടക്കുക. നല്ല രസമുണ്ട്. ഒരു ഊഞ്ഞാല്, മുളയും കൊണ്ട് ഒരു ഇരിക്കാനൊരു സ്ഥലം, വൈകിട്ട് ചായ ഒക്കെ കുടിക്കാം. നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറുണ്ണാനെടുത്തു. ചോറുണ്ട്, ബീട്രൂട്ട് തോരൻ, തേങ്ങാ ചമ്മന്തി, മീൻ വറുത്തത്. ഇന്നത്തെ നാടൻ ഊണ്. കഴിച്ച് കഴിഞ്ഞ് ശക്തി കാണിക്കാൻ പോകുന്നു. എനിക്കിങ്ങനെ ചോറ് ഇഷ്ടമാണ്. ചോറും തോരനും ചമ്മന്തി മീൻ വറുത്തത് നല്ലതല്ലേ. നല്ല ടേസ്റ്റ്. മീൻ്റെ തല ഞാൻ തിന്നത്തില്ല, തല അമ്മയ്ക്ക് കൊടുക്കും. അമ്മ വെയിൽ മങ്ങിയിട്ട് പിന്നെ വെയിലായി. വയ്യ കിട്ടും. ക്ഷീണം, ശക്തി കഴിഞ്ഞു. ഇനിയും ചോറുണ്ണാൻ പോകും. ഞാനും അപ്പയുടെ ഞങ്ങൾ വടശ്ശേരിക്കര വരെ വന്നതാ. അപ്പം ഞങ്ങൾ ബംഗ്ലാങ്കടവ് പാലത്തിൻ്റെ അവിടെ വരെ വന്നു. ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണാം. ഇവിടെ ഈ ഒരു മരത്തെ നിറയെ വവ്വാല് തൂങ്ങി കിടക്കുക. എവിടെ വീണ് മരിച്ചില്ലേ കഴിഞ്ഞിടയ്ക്ക്? അവിടെ ചുഴിയുണ്ടോ? ഇതിലെങ്ങാണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയതാ കുളിക്കാൻ. ഇതെങ്ങാണ്ട് ഇറങ്ങി കൊക്ക് വെള്ളത്തിൽ കൂടെ നോക്കാം. മീനെ പിടിക്കുമല്ലേ? വെളുപ്പിനെയും വൈകിട്ടും വരുവാണെങ്കിൽ നല്ല തണലൊക്കെ ആയിരിക്കും. പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രമാണിത്. ഇതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പാലത്തേലോട്ട് പോകുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.